മിന്നുകുട്ടിക്ക് പാസ്ത, നൂഡിൽസ് ഇതുപോലുള്ള ഐറ്റംസ് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് ഒത്തൻറ്റിക് ഇറ്റാലിയൻ വൈറ്റ് സോസ് ക്രീമി പാസ്തയാണ് റെഡിയാക്കി എടുത്തത്. അതിനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് മൈദയിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ആ ഗ്യാപ്പിൽ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ, കുറച്ച് ഫ്രഷ് ക്രീം, കുറച്ച് മസാല ചീസാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം റെഡിയാക്കി വെച്ചു. അതിനുശേഷം കുറച്ച് ഗാർലിക് ഒന്ന് കുനുകുനാ ചോപ്പ് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാസ്ത വേവാനുള്ള വെള്ളം ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് മാവിൽ നിന്നും ഒരു പോർഷൻ ഇതുപോലെ എടുത്തിട്ട് കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയതിന് ശേഷം കുറച്ച് മൈദ മാവ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണിക്കുന്ന പോലെ റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇതുപോലെ മൈദ മാവ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ പീസും ഇതുപോലെ ഒന്ന് നിവർത്തി എടുക്കുകയാണെങ്കിൽ നമ്മുടെ പാസ്ത റെഡിയാണ്. ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൈദമാവിൽ ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം ബോയിൽ ചെയ്യുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ പാസ്ത നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റെയിൻ ചെയ്തെടുത്തതിന് ശേഷം കൂൾ വാട്ടർ ഉപയോഗിച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിനായിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുനുകുനാന്ന് ചോപ്പ് ചെയ്ത് ഗാർലിക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പാല് തിളപ്പിച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മസാല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാസ്ത വേവിച്ചതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രഷ് ക്രീം മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോവും കുറച്ച് മസാല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെക്കുക. 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ സെർവ് ചെയ്യണമെങ്കിൽ നല്ല ചീസി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള പാസ്ത റെഡിയാണ്. പെട്ടെന്നൊക്കെ പാസ്ത കഴിക്കാൻ കൊതി തോന്നുകയാണെങ്കിൽ വീട്ടിൽ റെഡിമെയ്ഡ് പാസ്തയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. മക്കൾക്ക് 2 പേർക്കും നല്ലതുപോലെ ഇഷ്ടമായിട്ടുണ്ട്. ഇതിൽ വെജിറ്റബിൾസ് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നല്ല ക്രീമി ആയിട്ടുള്ള പാസ്തയാണ്. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു മിനി വ്ളോഗുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.